ഗംഗേച്ചി ഏതായാലും കല്യാണം. പിന്നെ എന്തിനാ ഈ എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ പറഞ്ഞ സമയം കളയുന്നേ? വായടിച്ച് മിണ്ടാതെ നടക്കണ വേണേ. ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നം. ഇരട്ടയ്ക്ക് ഒറ്റയ്ക്ക് നടുവിൽ നിൽക്കുന്ന കേട്ടോ, അതാ നിന്നെ കെട്ടിക്കാൻ പോകുന്ന പെണ്ണ്. ആദിചേട്ടനെ പോലെ തന്നെയുണ്ട്. അത് ആദിചേട്ടൻ തന്നെയാ. പുറകെ വരുന്നുണ്ട്. സിനിമ നടന്ന പോലെയുണ്ട്. അത് ഈ കണ്ടല്ലോ, വാ പോവാം. ഞാൻ സംസാരിക്കും അപസ്മാരിക്കും ഒന്നും വേണ്ട, വാ പോവാം. നീ പോയോ? കൊഴപ്പില്ല, കുഞ്ചാക്ക ബോബനെ പോലെ ഉണ്ട്. കുഞ്ചാക്ക ബോബനെ പോലെ ഒന്നുമില്ല. നീ മിണ്ടാതിരുന്നേ. പഠിച്ചയാളാ, നിയമം പാസ്സായതാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. അത് നുണയാണോ അതോ ഇതാണോ നിങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ചെന്നത്? പെണ്ണേ നിക്കേ. ദൈവമേ, വലിയ ശല്യമല്ലോ. മനസ്സിലാവില്ലേ? ഇങ്ങനെ പുറകെ വരുന്നത് കണ്ടാ എന്റെ അച്ഛൻ കല്യാണം നിർത്തിവെക്കും. നിർത്തുവന്നോ? നേരായിട്ടും ഞാൻ വന്ന. അതെ, എനിക്കൊരു കാര്യം പറയണം. എങ്ങനെ പറയണമെന്ന് പിടിയില്ല. എന്തിനാ കമ്പെടുക്കുന്നേ? നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞാൻ. പെണ്ണുങ്ങളുടെ ഉള്ളിൽ എന്താന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നല്ല പരിചയമാ? അല്ല, എനിക്കിത് ഇഷ്ടമേ അല്ല. എനിക്ക് ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ കല്യാണം കുന്തോന്നും വേണ്ടാന്ന് കുടുങ്ങി കിടന്ന് അനുഭവിക്കാം. അതിന്റെ കൂടെ പെമ്പിളേരുടെ പുറകെയുള്ള ഈ ചുറ്റിത്തിരിയെല്ലാം കണ്ട് പെമ്പിളേരുടെ ഒക്കെ പുറകെ. അതല്ല, അതിനു മുമ്പ് എന്താ പറഞ്ഞേ? അതിന്റെ മുമ്പേ കല്യാണത്തിന്റെ കാര്യം ഏതാണ്ട് പറഞ്ഞല്ലോ. കുട്ടിക്ക് കല്യാണം ഇഷ്ടമല്ലേ? കുട്ടിക്ക് കല്യാണം വേണ്ടല്ലേ? ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ച്. എനിക്ക് ഇനിയും പഠിക്കണം. എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ട. നിങ്ങൾക്കോ? ഒരു കാരണമേ ഉള്ളെങ്കിൽ പറയായിരുന്നു. എങ്ങനെ പറയണമെന്ന് അറിയില്ല. സിറ്റിയിൽ ഇഷ്ടം പോലെ ഗുഡ് ലുക്കിംഗ് ഗേൾസ്, ഗുഡ് ടൈം, ലോട്ട്സ് ഓഫ് ഫൺ. അതൊക്കെ എൻജോയ് ചെയ്യുന്ന വിട്ടിട്ട് ഈ ഗ്രാമത്തിൽ വന്ന് ഒരു വിവരം കെട്ട പെണ്ണിനെ കെട്ടി. ശരി. സോറി. ഞാൻ പോയി പറഞ്ഞ അച്ഛനെന്നെ കൊന്നു കൊഴിച്ചു മൂടും. എന്റെ അച്ഛൻ പിന്നെ അങ്ങേര് അതിനെ ചെയ്യും. അപ്പോ നമ്മൾ തന്നെ എന്തെങ്കിലും ആലോചിച്ച് സെറ്റപ്പ് ചെയ്ത് ഈ കല്യാണം തന്നെ നിന്ന് പോകുന്ന പോലെ ആക്കണം. എങ്ങനെ? വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കുകയല്ല, ഞാൻ ഉറപ്പുതരാം. സത്യമായിട്ടും? പ്രോമിസ്. ചിന്നമന്നൂർ ഗണേശന് അഡ്വാൻസ് കൊടുക്കണോടെ? കല്യാണത്തിന് അവന്റെ നാദസ്വര. അതെ, മൂത്ത മോളുടെ കല്യാണത്തിന് ഇത് തന്നെയാ പറഞ്ഞ്. എന്നിട്ട് വന്നു. ഞാനെന്തോ ചെയ്യാനടേ, ആറ്റുകാല അമ്പലത്തിലെ ഉത്സവാന്നും പറഞ്ഞ് പൊക്കളഞ്ഞ്. പിന്നെ വർക്കല കേശവന്റെ അടുത്ത് പറഞ്ഞു വെക്കണം ആനെ കൊണ്ടുവരാൻ. മുതലാളി ഇവിടെ തകർക്കാണെന്ന് ഭരതംപിള്ള മുതലാളി വിചാരിക്കും. എന്ത് വേണേ വിചാരിച്ചോട്ട്. ചേട്ടാ, നമ്മുടെ ഭരതം മുതലാളിയുടെ മോൻ വന്നിരിക്കുന്നു. ആരായത്? നമസ്കാരം അമ്മ, സുഖമല്ലേ? എന്തായി നോക്കുന്നത്? എല്ലാം മോന്റെ അച്ഛൻ തന്ന പുണ്യോ. ആ കേസിൽ മോന്റെ അച്ഛൻ വിട്ടു തന്നില്ലായിരുന്നെങ്കിൽ ഈ സ്ഥലവും കാണില്ല, മില്ലും പണിതിട്ടുണ്ടാവില്ല. അതിലെന്തിരിക്കുന്നു, വിട്ടുകൊടുത്ത് വാങ്ങുന്നില്ലേ മനസ്സ്. അതിന് പ്രതിഫലമായിട്ട് തങ്കം പോലുള്ള നിങ്ങളുടെ മോള് നിങ്ങൾ എനിക്ക് തരികയല്ലേ. മോനെ, ഇത് സമ്മതമല്ലേ? പിന്നെ വലിയ മനസ്സുള്ള നിങ്ങളൊരു തീരുമാനം എടുത്താൽ തെറ്റിപ്പോവോ? നിങ്ങൾ അവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിരിക്കുന്നു. തിരിച്ച് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? കല്യാണ പൊരുത്തത്തിന് വലിയവരുടെ തീരുമാനം മക്കളുടെ തീരുമാനമായിരിക്കണം, അല്ലേ? എന്താ കഥ കുഴപ്പമാണോ? ഒന്നുമില്ല. മമ്മ, ഇവിടുന്ന് കല്യാണത്തിന് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? വർക്കല കേശവന്റെ ആനയുണ്ട്,
ചിന്നമന്നൂർ ഗണേശന്റെ നാദസ്വരം. മുഹൂർത്തത്തിന് വേറെന്തേലും ഈ ഗാനമേള അങ്ങനെ എന്തേലും? വേണ്ട. ഇരിക്കട്ടെ. ഞാൻ അതല്ല ചോദിച്ചത്. മൊത്തത്തില് നിങ്ങളുടെ മോക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്, അതൊന്ന് പറയാമോ? ഭരതംപിള്ളയുടെ വീടുമായിട്ട് ബന്ധം. തങ്കം പോലത്തെ പയ്യൻ. എന്റെ ശക്തിയിൽ ഒതുങ്ങിയില്ലേലും കുഴപ്പമില്ല. എന്ത് വേണേ കൊടുക്കും, ആകുന്നത്ര കൊടുക്കും. ചോദിച്ചോ, എന്ത് വേണം? ഞാൻ തലി കെട്ടാൻ പോകുന്ന നിങ്ങളുടെ മോളെയാ. നിങ്ങൾ തരുന്ന സ്ത്രീധനത്തെ അല്ല. നിങ്ങളുടെ മോള് വെറും കൈയോടെ വീട്ടിലേക്ക് വന്നാൽ മതി, അത് മാത്രം മതി. ശരി, നിങ്ങളുടെ കല്യാണം നടന്നപ്പോ എന്തൊക്കെയാ വാങ്ങിയേ? എന്തിനാ മോനെ ഇപ്പോഴതൊക്കെ ചോദിക്കുന്നത്? ഇല്ലല്ല, പറ. എന്റെ അമ്മായിയപ്പൻ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്വത്ത് അങ്ങേരുടെ മോള് കമലാക്ഷി, അവളെ എനിക്ക് തന്നു. നിങ്ങളുടെ അമ്മായിയപ്പൻ അങ്ങനെ ചെയ്തപ്പോ എന്റെ അമ്മായിയപ്പൻ ഇങ്ങനെ വാരി കൊടുത്തല്ലേ എങ്ങനെയാ? അതല്ലടാ മോനെ, നാളെ ചുറ്റുപാടുള്ള നാട്ടുകാര് 4 വിധത്തില് പറയുമ്പോഴ് പറയട്ടെ, പറഞ്ഞിട്ട് പോട്ടെ മാമ. നിന്റെ അച്ഛന് വേണ്ടിയിട്ടാന്ന് വിചാരിച്ച്. അച്ഛൻ മാത്രമല്ല, അമ്മ, ചേച്ചി എല്ലാരും വരുന്നുണ്ട്. പലതും ചോദിക്കും, ചിലപ്പോൾ വഴക്കും പിടിക്കും. എല്ലാം ഞാൻ പറഞ്ഞാൽ മതി. ചേച്ചേ, അതെങ്ങനെ പറ്റും? അത് ഒട്ടും ശരിയാകുകയില്ല. എന്റെ മോനെ ഞാൻ വിട്ടുകൊടുക്കൂ. വിവരമുള്ള പയ്യനാണേ. അവസാനായിട്ടൊരു വാക്ക്, എനിക്ക് എന്റെ മോളോടുള്ള സ്നേഹം ഓർത്തിട്ടെങ്കിലും. നിങ്ങൾക്ക് മോളുടെ പേരിലുള്ള സ്നേഹമുണ്ടല്ലോ, അത് മാത്രം കൊടുത്തോ, വാരി കൊടുക്കാം. അതല്ലാതെ തോട്ടം, വയല്, നിലം, കാറ്, സ്വർണം എന്നാണെങ്കിൽ അതിൽ ഞാനില്ല. എന്നെ വിട്ടേരെ, ബസ് കയറി സ്ഥലം വിട്ടോളാം. മോനെ ദൈവം ഇതിനെ നിർബന്ധിക്കരുത്. അതല്ല മോനെ. പിന്നെന്താ? എനിക്ക് മോനെ പോലെ വൃത്തിയായിട്ട് പറയാൻ അറിയുകയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, മോൻ ഭരതംപിള്ളയെക്കാട്ടിലും ഒത്തിരി മേലെയാ. മോനെ, കൊല്ലത്തുനിന്ന് ചേച്ചി വന്നിട്ടുണ്ട്. ആണോ? അതേന്ന്. ചേച്ചി, കുട്ടി മരുമോനെ, അളിയൻ വന്നില്ലേ? അങ്ങേര് പള്ളിക്കൂടത്തിൽ ഇൻസ്പെക്ഷന് പോയിരിക്കാ, ഉടനെ വരാന്നാ പറഞ്ഞേ. ചേച്ചി ഏതായാലും വന്നല്ലോ. എനിക്കിപ്പോ ഒരുവിധം ധൈര്യമൊക്കെ വന്ന മാതിരിയാ. എന്താടാ? ഇല്ലേ ചേച്ചി, ഈ കല്യാണ കാര്യം ഓർത്ത കുറച്ച് ഭയമുണ്ട് എനിക്ക്. എന്തിന്? അല്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണമല്ലോ എന്ന് ഓർത്ത. ഞാനില്ലേടാ, എല്ലാ കാര്യവും ഞാൻ നോക്കിയല്ലേ. ശരിയാ. ചേച്ചി, ചേച്ചിയുടെ കല്യാണം ഓർമ്മയുണ്ടോ? എങ്ങനെടാ മറക്കാൻ പറ്റുന്നേ? ഇന്നലെ കഴിഞ്ഞ പോലുണ്ട് വർഷം 11 കഴിഞ്ഞെങ്കിലും. ആ കല്യാണത്തിന് ഞാൻ ചേച്ചിയുടെ സാരിത്തുമ്പിൽ വിടാതെ തൂങ്ങി നടന്നുവെന്ന് അമ്മ എപ്പോഴും പറയും. ചില്ലറ കൂത്താണോ നീ എന്ന് കാണിച്ചേ? എന്നെ മണിയറയിലോട്ട് പോലും വിടാതെ നീ കരഞ്ഞൊരു കരച്ചില്. പിന്നെയോ, നിന്റെ കരച്ചില് നിർത്താൻ എന്റെ കഴുത്ത കിടന്ന നെക്ലസ് ഊരി നിനക്കിട്ട് തന്നിട്ട് ഞാൻ മണിയറയിലോട്ട് ചെന്നപ്പോ ദാണ്ട പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്നു. പിന്നെ പുള്ളിക്കാരന് ഓണത്ത് ഇഷ്യൂ ഒന്നും പറയണ്ട. അതാണ് ഈ പയ്യൻ ജനിക്കാൻ ലേറ്റ് ആയത്. ചുമ്മാരിടാ. ചേച്ചി, അന്ന് ചേച്ചിക്ക് 2 നെക്ലസ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നടാ. വീട്ടിലിടാൻ പച്ചക്കല്ല് നെക്ലസ്, കല്യാണത്തിന് പോകുമ്പോ വൈരക്കല്ല് മാല. രണ്ടും നമ്മുടെ അച്ഛനുണ്ടാക്കി തന്നാടാ. എന്തുണ്ടായിട്ട് എന്താടാ കാര്യം? എന്റെ അമ്മായിമ്മക്ക് ഇതൊക്കെ കൊടുത്തിട്ടും ഒന്നും തികയുന്നില്ലല്ലോ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേലുമാമ മകളെ കെട്ടിച്ചു വിടുന്നത് പോലെ ഉടുത്തിരിക്കുന്ന സാരി മാത്രം കൊടുത്ത് ചേച്ചി അച്ഛനും അമ്മയും അയച്ചിരുന്നെങ്കിൽ എന്ത് ഗതിയാവായിരുന്നു? വേലുമാമന ഏതവനാടാ അത്? നമ്മുടെ പുതിയ ബന്ധുവേ, എന്റെ വരുംകാല അമ്മായിയപ്പൻ. സ്ത്രീധനായിട്ടൊരു ചില്ലി കാശ് പോലും തരില്ലത്രേ. വെറുതെ കൈയും വീശി പെണ്ണ് വീട്ടിൽ വന്ന് കേറുവന്ന്. ചേടാ, വയറ്റുപഴപ്പിന് ഈ നാട്ടിൽ വന്ന് വീടും മില്ലും നിലവും ഒക്കെ സമ്പാദിച്ചും പോരാ, വലിയ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടിയ പള്ള. സ്വന്തം മോക്ക് ഒരു 10 പവന്റെ ആഭരണം ഇട്ടാ എന്താ കുഴപ്പം? അതേ ചേച്ചി എപ്പോഴും പറയല്ലേ, ആ വേലുത്തമ്പി പെരും കള്ളനാ, നന്നായിട്ട് അഭിനയിച്ച് നമ്മുടെ അച്ഛനെ പറ്റിക്കുമെന്ന്. അതെ, പക്ഷെ ഞാനിപ്പോ പറഞ്ഞു. മിക്കവാറും പറയും. ഇപ്പം മറന്നു കാണും. അതാണ് എന്റെ ചേച്ചി. എങ്ങനെയാ ചേച്ചി ഇത്ര കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നേ? ഞാൻ ഒരു മരമണ്ടൻ. മരുമോനെ, നിന്റെ അമ്മാവനെ പോലെ ആകാതെ അമ്മയെ പോലെ ബുദ്ധി വേണം. ബുദ്ധി മനസ്സിലായോ? ഈ കാര്യം ആരുടെ പറഞ്ഞത്? വേറെ ആരാ? നമ്മുടെ സാമിയാ. സാമിയോ? അവനെങ്ങനെ അറിയാം? സാമിക്ക് അറിയാത്ത വല്ല കാര്യമുണ്ടോ? സാമി, ഞാൻ വിളിക്കാം. സ്വാമി, സ്വാമിയേ ശരണമയ്യപ്പ. നീ ഒന്ന് വെറുതെ നിന്റെ കൂടെ ലാത്തി അടിക്കാൻ എനിക്ക് നേരമില്ല. കല്യാണ ജോലികൾ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തെ ഓർത്ത് നീ എന്റെ പുറകിൽ നിന്ന് മാറ്. സ്വാമി, ഈ കല്യാണത്തിന് വേണ്ടി നീ കഷ്ടപ്പെടുന്നത് കുറച്ച് വല്ലതും ആണോ?
ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, സ്ഥലം വിട്. മനസ്സിലായോന്നോ? അതല്ലേ ചേച്ചിയുടെ അടുത്ത് ഇത്രയും നേരം നിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നേ. എന്തോന്ന് പറഞ്ഞു? അതായത് സ്വാമിയാണ് ഈ കല്യാണത്തിന് കാരണക്കാരൻ. സ്വാമി അറിയാതെ ഒരു കാര്യവും ലോകത്ത് നടക്കത്തില്ല. കാണുന്നതും കേൾക്കുന്നതും ഒന്നും ചുമ്മാ വിശ്വസിക്കത്തില്ല സ്വാമി. തേടി കണ്ടുപിടിക്കുന്നവനാ അതാണ് ഇതാണെന്നൊക്കെ ഞാൻ പൊക്കി അടിച്ചിരിക്കല്ലേ. നീ പറയുന്ന ഈ പുളു ഞാൻ വിശ്വസിക്കണം? നിനക്കെന്നെ വിശ്വാസമല്ലേ? ഒട്ടുമില്ല. ശരി, നീ പോയി ചോദിക്കേ. പോയി ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വന്ന് ചോദിക്ക്. നീ വെറുതെ ശല്യം പെടുത്താതെ പോടേ. വരാനാ പറഞ്ഞ. എന്തോ നടസ്വാമി, ഇവൻ പറയുന്ന നേരാണോടാ? അതിലെന്താ സംശയിക്കാൻ? അതാണ് നേരെ, അതാണ് സത്യം. നിന്നെ വിശ്വസിക്കാവോടാ? ഇതെന്തൊരു ചോദ്യം ചേച്ചി? കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നവനല്ല ഈ സ്വാമി, തേടി കണ്ടുപിടിക്കുന്നവനാ. അങ്ങനല്ലേ നീ പറഞ്ഞത്? നിനക്കിത് എങ്ങനെ അറിയാന്ന് പറ. ഈ ലോകത്തിൽ എനിക്കറിയാത്ത ഒരൊറ്റ വിവരവും ഇല്ല. അതാണ് ആ സ്വാമി, അല്ല ഈ സ്വാമി.